ലിഷോയ്, കണ്ടു നിൽക്കാനാവുന്ന കാഴ്ചകളല്ല ഒന്നും. ഇവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ പടച്ച തമ്പുരാൻ എന്ന് മാത്രം പ്രാർത്ഥനകളിലാണ് അവിടെ എത്തിയിരിക്കുന്ന ഓരോ മനുഷ്യരും. തീർച്ചയായും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു വിയോഗം അത് ചെറുതൊന്നുമല്ല ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരിലും. അതായത് എല്ലാ ദിവസവും ഈ വീടിന് മുന്നിലൂടെയുള്ള ഇപ്പോൾ ഹൃദയെ കിടത്തിയിരിക്കുന്ന ഈ വീടിന് മുന്നിലുള്ള റോഡിലൂടെ എല്ലാ കുട്ടികളും ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ 2 പേർ ആദ്യം വരും സ്കൂളിലേക്ക് പോകാനായി. അതിനുശേഷം ഇവിടെ നിന്ന് ഹൃദയം ചേരും കൂടെ. അതിനുശേഷമാണ് പിന്നീട് ആയിഷയും ചേർന്ന് 4 പേരും കൂടാതെ മറ്റ് അവരുടെ കൂട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സംഘമായി തന്നെയാണ് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് അവർ പോയിരുന്നത്. അത് ആ ഒരു യാത്രയിലെല്ലാം തന്നെ അവർ പല കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. കളിച്ചിരികളും തമാശകളും അവരുടെ ദുഃഖങ്ങളും അവരുടെ ആകാംക്ഷകളും എല്ലാ വികാരങ്ങളും അവർ പരസ്പരം പങ്കുവച്ചിരുന്നു. പൊതുദർശനത്തിനായി ഭൗതിക ദേഹങ്ങൾ കൊണ്ടുപോകും അല്ലേ? അതെ, 8:30യോടെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഏകദേശം 6 മണിയോട് കൂടി തന്നെ മൃതദേഹങ്ങൾ ഓരോ വീട്ടിലും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം തന്നെ അവരെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സ്കൂളിൽ നേരത്തെ പൊതുദർശനം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ പോലും അവിടേക്ക് ഉള്ള റോഡിൻ്റെ ഒരു വീതി കുറവും അതിനോടൊപ്പം തന്നെ അവിടേക്ക് എത്തിയാൽ പിന്നെ വീണ്ടും ഈ പള്ളിയിലേക്ക് എത്തിക്കുന്നതിന് ചിലപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ നമസ്കാരമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് മുൻപായി തന്നെ ഇവരുടെ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ ഏറ്റവും പറ്റാവുന്ന പ്രാർത്ഥനകളൊക്കെ നൽകി നടത്തണമെന്നൊരു ആഗ്രഹമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പങ്കുവച്ചത്. അങ്ങനെയാണ് അവിടെ നിന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാതെ പ്രാർത്ഥനകൾ പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അല്ലേ ലിഷോയ്? അതെ, അതായത് പള്ളിയിൽ വെച്ച് ആയിരിക്കും ആ ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. ഈ വീട്ടിലിപ്പോൾ ആളുകൾക്കും ഇവിടെ ചുറ്റുമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും തന്നെ കാണുന്നതിന് വേണ്ടിയുള്ളൊരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 8:30യോടുകൂടി ഇവിടെ നിന്നും നേരെ കരിമ്പയിലുള്ള ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ 4 പേരെയും ഒന്നിച്ച് ഒരു ഹാളിൽ പൊതുദർശനത്തിനായി കൊണ്ടുവരുമെന്നുള്ളതാണ് നിലവിൽ ഒരു സമയക്രമം. അതിനുശേഷമായിരിക്കും ഏകദേശം 10 മണിയോട് കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. അത് തൊട്ടടുത്ത് തന്നെയുള്ള അവിടെ വെള്ളിയാഴ്ചയാണ്, വിശുദ്ധ ദിനമാണ്. ജുമാ നമസ്കാരത്തിന് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കളും പുരോഹിതന്മാരും സുഹൃത്തുക്കളും. അങ്ങനെ